പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ദിസ്ന, പ്രതിപക്ഷ നേതാവിന് കുരുക്കാണ് പ്രത്യക്ഷത്തിൽ. എന്തായാലും CBI അന്വേഷണം വരികയാണ്. പുനർജനി പദ്ധതിയുടെ പേരിലാണ്. എന്താണ് സംഭവം? രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രളയ സമയത്ത് പ്രത്യേകിച്ച് പറവൂർ മണ്ഡലം വി.ഡി. സതീഷിന്റെ മണ്ഡലമായിരുന്നു. അത്തരത്തിൽ അവിടെ ഒരു പുനരുദ്ധാരണം വേണമെന്നാവശ്യപ്പെട്ട് ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് ഫണ്ടുകൾ കൊണ്ടുവന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ശുപാർശ പോയത്. ഒരു വർഷം മുൻപാണ് യോഗേഷ് ഗുപ്ത ഇത്തരത്തിലൊരു ശുപാർശ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയത് എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഈ പുനരുദ്ധാരണത്തിന്റെ പേരിൽ വിദേശത്തൊക്കെ പോയി, പ്രത്യേകിച്ച് ഈ UK പോയി സ്ത്രീകൾക്ക് വേണ്ടി മിഷനൊക്കെ വാങ്ങുന്നതിന് വേണ്ടി 500 പൗണ്ട് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീഡിയോ ഒക്കെ തന്നെയും ആ സമയത്ത് വലിയ രീതിയിൽ വൈറലായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ ഉയർന്ന പരാതിയിലാണ് ആ കാലഘട്ടത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നത് എന്ന് തന്നെയാണ്. ഈ പുനർജനി പദ്ധതിയുടെ പേരിൽ ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് അന്വേഷിക്കണമെന്നാണ് ഇത്തരത്തിലൊരു വിജിലൻസ് ശുപാർശ ചെയ്തത് എന്ന് തന്നെയാണ്. പിന്നീട് ആ സമയത്ത് ഒരു ഫൗണ്ടേഷനെ വെച്ചുകൊണ്ടായിരുന്നു ഈ പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. മണക്കാട് ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷന്റെ പേരിലാണ് ഈ പിരിച്ച തുക മുഴുവൻ കേരളത്തിൽ എത്തിച്ചത്. അതിലൊന്നും തന്നെ അതായത് ഈ ഫെഡറേഷൻ പറയുന്നത്, അതായത് ഈ സംഘടന പറയുന്നത് അത്തരത്തിൽ വിദേശത്തു നിന്നുള്ള പണം അവർക്ക് തിരിച്ച് ഈ കേരളത്തിൽ എത്തിക്കുവാൻ കഴിയും എന്ന് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ നിയമവശങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും പോയിരുന്നില്ല എന്നത് തന്നെയാണ്. ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നത് 22,500 പൗണ്ട് വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിന്റെ കണ്ടെത്തലുള്ളത്. അതിലൊരു വീഡിയോ ഒക്കെ തന്നെയും വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ആ വീഡിയോ ഒക്കെ തന്നെയാണ് തെളിവായി വിജിലൻസിന്റെ കയ്യിലുള്ളത്. ഈ UK സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് ഈ പങ്കെടുത്തവരോട് പ്രളയ ബാധിതർക്കായ സ്ത്രീകൾക്ക് നെയ്ത യന്ത്രം വാങ്ങുവാൻ വേണ്ടി 500 പൗണ്ട് വീതം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഒക്കെ തന്നെയും വലിയ രീതിയിൽ ആ കാലഘട്ടത്തിൽ ചർച്ച വിഷയമായിരുന്നു. രാഗി, ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് പോലും വിദേശ സന്ദർശനത്തിന് അനുമതി നൽകാത്തൊരു സാഹചര്യമായിരുന്നു. ഈ മലയാളി ഫൗണ്ടേഷനെ ഒക്കെ കണ്ടുകൊണ്ട് ഈ പ്രളയത്തിന് വേണ്ടി കേരളത്തിൽ സംഭവിച്ച ഒരു പുനരുദ്ധാരണം നടത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിനൊന്നും സാധിച്ചിരുന്നില്ല. ഈ സ്പീക്കറുടെ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ വിദേശ യാത്ര നടത്തിയത് എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു. ഇതിപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നു. മുന്നേ തന്നെ ഇത്തരത്തിലൊരു ശുപാർശ യോഗേഷ് ഗുപ്ത നൽകിയതാണ്. എന്തായാലും 11 മണിയോടുകൂടി വി.ഡി. സതീഷിന്റെ ഒരു പ്രതികരണം വയനാട് ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് FCRA നിയമം ലംഘിച്ചു, അതായത് ഫെറ നിയമത്തിന്റെ ലംഘനമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിന് അല്ലെങ്കിൽ ഒരു ശുപാർശയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി, അതോടൊപ്പം തന്നെ വിവിധ കോണുകളിൽ നിന്ന് ഇതിന്റെ പ്രതികരണങ്ങൾ വരുന്നു. ഒരു തിരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നൊരു രാഷ്ട്രീയ ആരോപണവും പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെയും ഈ വിഷയത്തിന്റെ പേരിൽ ഉയർന്നു വരികയാണ്. ഈ വിദേശ ഫണ്ട് എന്ത് ചെയ്തു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്വേഷണം വേണമെന്ന കാര്യം തന്നെയാണ് ആ കാലഘട്ടത്തിലും വലിയ രീതിയിൽ ചർച്ചയായിരുന്നത്. അതിലാണ് ഇപ്പോൾ ഒരു ശുപാർശ എത്തിയിരിക്കുന്നത്. രാഗി, ശരി, എന്തായാലും വിദേശ ഫണ്ട് പിരിച്ചതിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കുരുക്ക് മുറുകുന്നത് എന്നുള്ളതാണ്. CBI അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് എതിരെ ഒരു നടപടി വരുന്നു, അല്ലെങ്കിൽ വിജിലൻസിന്റെ ശുപാർശ വരുന്നു എന്നുള്ളത് തന്നെയാണ് ദിസ്ന സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.